ഒരു ടോപ്പർ ആയിക്കോട്ടെ, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എല്ലാ ആസ്പിറൻസിനും ഓരോ ദിവസവും വെറും 24 മണിക്കൂറാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്ത് ഡിഫറൻസ് ആണ് മേക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെ ആ ടൈം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഓരോ മിനിറ്റും യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ JEE പ്രിപ്പറേഷൻ ഫേസിൽ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്തായിരുന്നു എന്നുള്ള കാര്യമാണ്. Hi all, myself Ajnas and I am a well-wisher in your IIT NIT dreams and welcome to IITricks. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ആക്ച്വലി എൻ്റെ മാത്രമല്ല എല്ലാ ആസ്പിറൻസിൻ്റെയും ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴായിരിക്കണം? അന്ന് രാവിലെ അല്ല, തലേന്ന് രാത്രി ആയിരിക്കണം. അഥവാ നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീക്കണമെങ്കിൽ നിങ്ങൾ തലേന്ന് നേരത്തെ കിടന്നിരിക്കണം. അപ്പോൾ അതായത് ഒരു ദിവസം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തലേന്ന് എപ്പോൾ കിടക്കുന്നു എന്നുള്ള തൊട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു JEE പ്രിപ്പറേഷൻ ഫേസിൽ ഞാൻ കിടക്കുന്നതിന് മുന്നേ തന്നെ നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കാര്യം നോട്ട് ചെയ്യുമായിരുന്നു. അഥവാ ഓരോ രാവിലെ എണീച്ചിട്ട് എന്ത് ചെയ്യും, പിന്നെ ഉച്ചക്ക് മുന്നേ എന്ത് ചെയ്യുന്നുണ്ടാവും, ഉച്ചക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ടാവും, രാത്രി എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിനൊരു റഫ് പ്ലാന് ഞാൻ തലേന്നേ ഉണ്ടാക്കി വെക്കും. എന്നിട്ടൊരു രാത്രി ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ബെഡ് ടൈം സ്റ്റാർട്ട് ചെയ്യണം. എസ്പെഷ്യലി ആ സമയത്തൊക്കെ നിങ്ങൾ മൊബൈൽ മാക്സിമം അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് രാവിലെ ഒരു 5:30 അല്ലെങ്കിൽ ഒരു 6 മണി ഏതാണ് നിങ്ങൾക്ക് കംഫേർട്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ രാവിലെ എണീക്കുക. ജസ്റ്റ് ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ചെറിയ ഒരു നോർമൽ രീതിയിലുള്ള എക്സസൈസോ, അതായത് ഇത്രേ ഉള്ളൂ, ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ബുക്കിൻ്റെ മുന്നിലോട്ട് പോവാതെ ചെറിയൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ. അഥവാ ചിലപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഓരോ ടാസ്കൊക്കെ നിങ്ങളെ തന്നെ അസൈൻ ചെയ്തിട്ടുണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് കംപ്ലീഷൻ കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മൈൻഡ് സെറ്റിന്. എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് ഒരു 10 തൊട്ട് 12 മണിക്കൂർ വരെ പഠനത്തിനായിട്ട് കൊടുക്കുന്ന ടൈം ടേബിൾ ആയിരുന്നു. എസ്പെഷ്യലി നമുക്കൊക്കെ എന്താണ്, ഇത് ഹോളിഡേയ്സിനായിരിക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഞാനും +1 +2ൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ JEE പ്രിപ്പറേഷൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഹോളിഡേയ്സിൽ ഞാൻ വർക്കൗട്ട് ആക്കിയ ഒരു ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ എൻ്റെ ഒരു 10 to 12 ഹവേഴ്സ് സ്റ്റഡി പ്ലാനിൽ ഞാൻ 4 ഡിഫറെൻറ്റ് സെഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് അതിനെ ഞാൻ P1 എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതായിരുന്നു. അഥവാ ഒരു 2 to 3 ഹവേഴ്സ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യും, ഞാൻ ഏറ്റവും ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഞാൻ ആ സമയം മാനേജ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 30 to 1 ഹവർ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തിട്ട് പിന്നെ ഒരു 3 മണിക്കൂറിൻ്റെ വേറെ ഒരു സ്റ്റഡി ടൈം ബ്ലോക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യും. അതിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് S1 എന്നാണ്. രാവിലത്തെ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് P1, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ലഞ്ച്, അതിനെ S1 എന്നുള്ള ഒരു പേരാണ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഇട്ടതായിരുന്നു അത്. അതേപോലെ നിങ്ങൾക്കും ഒരു ഫാൻസി നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ നെയിമോ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്ത് ആ ടൈമിനെ വിളിക്കാം. ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചിലപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് എടുക്കുന്ന ഒരു ടൈം ആയിരിക്കും അത്, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന ഒരു ടൈമും കൂടാണ് ഈ S1 എന്ന് പറയുന്നത്. ഇനി ഫുഡ് കഴിച്ചിട്ട് അഥവാ ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എഗെയിൻ എന്താണ് ഒരു 3 മണിക്കൂർ പഠനത്തിനായിട്ട് കൊടുക്കുമായിരുന്നു. അത് ഇപ്പോൾ പല ആസ്പിറൻസിനും ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് ടൈമിങ്ങും കൂടാണ് ആ ഒരു 3 മണിക്കൂർ. കാരണം ചിലവർക്ക് ഉറക്കം വരുന്നുണ്ടാവും, ചിലവർക്ക് സിനിമ കാണാനുള്ള മൂഡായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലുള്ള ഒരു മൂഡായിരിക്കും ആ ഒരു ടൈമിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠനത്തിലോട്ട് എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നോ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു 3 ഹവർ ബ്ലോക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ ഞാൻ ചിലപ്പോൾ മോക്ക് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്തായിരുന്നു. ആ സമയത്ത് ഒരിക്കലും ഞാൻ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടൊക്കെ സബ്ജക്റ്റ് വരും, എസ്പെഷ്യലി മാത്സ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ ഫിസിക്കൽ കെമിസ്ട്രി പോർഷൻസ്, അല്ലെങ്കിൽ ഫിസിക്സിലെ ഇപ്പോൾ മെക്കാനിക്സ്, അങ്ങനത്തെ പോർഷൻസ് ഉണ്ടല്ലോ, അതായത് നമുക്ക് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ്, അങ്ങനത്തെ ടോപ്പിക്സ് ആയിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ചില സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ഡിസ്കഷനും എപ്പോഴായിരുന്നു, ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പിയർ ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്താണ് ഒരു ചാറ്റിംഗ് ഡിസ്കഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ടൈം അതിന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഒക്കെ കേൾക്കണമെങ്കിലും ഈ ടൈം അതിന് വേണ്ടി യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ടൈമിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ടൈമിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്ന S2 ആയിരുന്നു. അപ്പോൾ ഈ രാവിലത്തേത് P1, പിന്നെ S1, പിന്നെ S2. ഇനിയുള്ള ടൈം ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കായിട്ട് കൊടുക്കുക. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഹോബീസ് ഉണ്ടാവാം, ചില എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ്, ചിലപ്പോൾ അത് ഫുട്ബോൾ കളിക്കുന്നതാവാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതാവാം,
ഈ ഒരു സമയം എസ്പെഷ്യലി ഇൻ ദ ഈവനിങ് ഒരു 1 or 2 hours ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാം. എഗെയിൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ ഞാൻ ഈവനിങ്ങിന് ശേഷം ഒരു 2 to 3 hours എൻ്റെ സ്റ്റഡി ടൈമിലോട്ട് കൊടുത്തിരുന്നു. ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് നമ്മളുടെ മൈൻഡ് എഗെയിൻ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഈ നൈറ്റിലെ 2 to 3 hours ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന റിവിഷനിലോട്ടായിരുന്നു. കാരണം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എന്തായിട്ടുണ്ടാവും, സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ എഫിഷ്യൻസി ഗ്രാജുവലി കുറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് റിവൈസ് ചെയ്യുക. ഓൾറെഡി പഠിച്ച സംഭവം തന്നെ നമ്മൾ അഗെയിൻ റീകളക്ട് ചെയ്യാൻ നോക്കുക. അത് ആക്റ്റീവ് റീകോളിംഗ് ആക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. കാരണം അതിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. രാവിലത്തെ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് സെഷൻ കൊടുക്കുക. ഞാൻ വിളിച്ചിരുന്നത് P1 ആണ്. അത് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആ സമയം മാനേജ് ചെയ്യാൻ നോക്കുക. പിന്നെ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ലഞ്ച് എഗെയിൻ ഒരു 3 hours കൊടുക്കുക. ഞാൻ അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് S1 എന്നാണ്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ റിലേറ്റീവ്ലി എഗെയിൻ ടഫർ ആയിട്ടുള്ള ടോപ്പിക്സ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അഥവാ ആഫ്റ്റർ ലഞ്ച് അതിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് S2 എന്നായിരുന്നു. ആ ഒരു ടൈം ബ്ലോക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആയിരിക്കാം. പിന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഒരു 1 or 2 hours അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തും ആ ഒരു സമയത്ത് ചെയ്യാം. പക്ഷേ അത് ലോങ് ടേമിൽ നിങ്ങളെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാതെ നോക്കണം. പിന്നെ രാത്രി അഗൈൻ ഒരു ടൈം ബ്ലോക്ക് 2 to 3 hours അതിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്ന P2 എന്നാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷനാണ്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റിവിഷനാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നല്ല, നിങ്ങളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ചൊരു ഡെയിലി റുട്ടീൻ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഇത് കംപ്ലീറ്റ്ലി ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡെയിലി റുട്ടീനിലോട്ട് കൊണ്ടുവരാൻ നോക്കുക. കാരണം ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഈ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഡെയിലി നിങ്ങൾ സെയിം റുട്ടീൻ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതുവഴി നിങ്ങളുടെ മാർക്കും എന്ത് ചെയ്യും, അപ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ മാർക്കും ഗ്രാജുവലി ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേമിൽ നിങ്ങൾക്ക് വളരെ ഹൈ ആയിട്ടുള്ള ഒരു മാർക്സ് തന്നെ അച്ചീവ് ചെയ്യാനും പറ്റും. ഇനി ഒരു 3 കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ഒരു ബഫർ ടൈം ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. കാരണം തലേന്ന് നിങ്ങൾ ഉണ്ടാക്കിയ പ്ലാനിൽ ചിലത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ബഫർ ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം 2 സബ്ജക്ട്സിലോട്ട് ഒതുക്കുക ഓരോ ദിവസവും. അതായത് എല്ലാ സബ്ജക്റ്റും ഡെയിലി കവർ ചെയ്യണം എന്നില്ല, എയ്തർ 1 അല്ലെങ്കിൽ 2. ഈ 2 സബ്ജക്റ്റിലോട്ട് നിങ്ങളുടെ റിവിഷനോ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനോ ചുരുക്കുക. കാരണം കുറേ സബ്ജക്റ്റ് പഠിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻ ദ എൻഡ് നിങ്ങളുടെ മനസ്സിലൊന്നും നിൽക്കുന്നുണ്ടാവില്ല. അത് നിങ്ങൾ എങ്ങനെയാണോ സ്യൂട്ടബിൾ അങ്ങനെ പ്ലാൻ ചെയ്യാം. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഷോർട്ട് നോട്ട് അപ്പോൾ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കാരണം ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരിക എക്സാമിൻ്റെ ഒരു 1 month മുന്നേ ആയിരിക്കും. ആ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് നിങ്ങൾക്ക് ഈ നോട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും പോസിറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അത് നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ ഹൈ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ നൽകുന്നുണ്ടാവും.